വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ബൈസെക്ടേഴ്സ് അല്ലെങ്കിൽ സമഭാജികൾ എന്ന് പറയുന്നത്. അതിൻ്റെ 3 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. 1ാമത്തെ പാർട്ട് കണ്ടതിന് ശേഷമേ 2ാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ. കാരണം 1ാമത്തേൻ്റെ ബാക്കിയായിട്ടാണ് 2, അതിൻ്റെ ബാക്കിയായിട്ടാണ് 3. ഇത് പറയുന്നത് ഇപ്പോൾ 1ാമത്തെ പഠിച്ച് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് 2ാമത്തെ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ പാർട്ട് കറക്റ്റായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളെ കേട്ടോ. 1 കണ്ടതിന് ശേഷം 2 കാണുക, 2 കണ്ടതിന് ശേഷം 3 കണ്ടതിന് ശേഷം ഈ 4ാമത്തെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ വിചാരിക്കും ആ ബൈസെക്ടർ അല്ലെങ്കിൽ സമഭാജികളുടെ ഏതെങ്കിലും ഒരു കണക്ക് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യരുത്. ഓരോന്നും കേട്ടോ ബാക്കി ആയിട്ടാണ്. അതുകൊണ്ടത് മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ആ പേജ് നമ്പർ 111 ആദ്യത്തെ 2 കണക്ക് ചെയ്തായിരുന്നു. ഇനി 3ാമത്തെയാണ് ചെയ്യാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? വികരണങ്ങളുടെ നീളം കേട്ടോ. വികരണം എന്ന് വെച്ചാൽ റോംബസ് എന്നാണ്. വികരണങ്ങളുടെ നീളം 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററുമായ ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കുക കേട്ടോ. ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽ 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നമ്മളോട് ആദ്യം എന്താ പറഞ്ഞത്? 6.5 സെൻറ്റിമീറ്റർ ആദ്യമേ വരയ്ക്കണം കേട്ടോ. നമ്മളോട് ചോദിച്ച റോംബസ് വികരണങ്ങളുടെ നീളം എന്ന് വെച്ചാൽ എന്താ? റോംബസ് ആണ്. റോംബസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം നമ്മളൊരു ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മളെന്താ വികരണം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ കണ്ടോ കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റോംബസ് അല്ല ഒന്നുമില്ല, ഡയഗണൽ. എൻ്റെ പൊന്നു, ഡയഗണൽ എന്ന് പറയുന്നത് കേട്ടോ. ഡയഗണൽ. വികരണം എന്ന് വെച്ചാൽ ഡയഗണൽ. റോംബസ് എന്ന് വെച്ചാൽ എന്താ? 4 കോർണറുകൾ ഉള്ളതാണ് കേട്ടോ. 4 മൂലകളുള്ളതാണ്. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളതിലൊന്നാണ് ഈ റോംബസ് കേട്ടോ. അപ്പം നമുക്കിവിടെ വികരണങ്ങളുടെ നീളം 6.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 4.5 സെൻറ്റിമീറ്ററുമായ ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കുക. നമ്മളുടെ ആദ്യം 6.5 സെൻറ്റിമീറ്റർ വരയ്ക്കണം കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം 6.5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. നോക്കിക്കേ, സ്കെയിൽ എടുത്തിട്ട് 6.5, അതായത് 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള ആ വലിയ വരയാണ് കേട്ടോ. 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വര. അപ്പോൾ ഞാൻ 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള വലിയ 0 മുതലാണ്. 0 മുതൽ 6 കണ്ടോ, കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 6.5 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബൈസെക്റ്റ് ചെയ്യാൻ. നമ്മളത് പഠിച്ചതാണ് അല്ലേ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ബൈസെക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 1/4 ഭാഗത്തോളം കേട്ടോ, കറക്റ്റ് ഒന്നും വേണ്ട, ഏകദേശം ഒരു 1/4 എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ എന്ന് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ വശത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക കേട്ടല്ലോ. നമ്മളത് നേരത്തെ ആദ്യത്തെ 3 എണ്ണത്തിലും പഠിച്ചതാണ്. പിന്നെ ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ വെച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുന്ന 2 പോയിൻ്റ് ഉണ്ടല്ലേ? ഇത് രണ്ടും കൂടെ വന്ന് ചേരുന്ന എന്നിട്ട് ഇവിടെ ഒന്ന്, അത് രണ്ടും കൂടി അങ്ങ് ജോയിൻ ചെയ്യണം. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യും. കണ്ടോ, ഇതാണ് ബൈസെക്റ്റ് അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് നമ്മൾ പറഞ്ഞല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്റ്റ്. ഓക്കെ ആണല്ലോ ഇത്രയും. ഇനി നമുക്ക് ഈ വശം നമുക്ക് 6.5 കിട്ടി കുഞ്ഞുങ്ങളെ അല്ലേ? പക്ഷേ ഇത് 4.5 ആണ് വരേണ്ടത്. എന്തോ ചെയ്യും? 4.5 നമ്മൾ എങ്ങനെ സ്കെയിലിൽ ഇങ്ങോട്ട് മൊത്തത്തിലാണ് 4.5 വരേണ്ടത് അല്ലേ? 4.5ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? അതായത് 4.5. 4.5 എന്ന് വെച്ചാൽ 4.5 അല്ലേ? 4.5ക്കാണ് 4.5. അപ്പം നമ്മൾ എന്ത് എഴുതണം? 4.5യുടെ പകുതി 2.25 കേട്ടോ. 4.5യുടെ പകുതി, അതായത് 2.25 എന്ത് വരുന്നത്? 4.5 വരുന്നത് കേട്ടോ. അതൊക്കെ അറിയാമോ? 4.5 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? മുകളിലോട്ടും 2.25 വേണം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ 4.5 വേണ്ടത്. ഈ വര മൊത്തത്തിൽ 4.5 നമുക്ക് വേണ്ടുന്നത്. നമുക്ക് ഈ സ്കെയിലിൽ അത് എങ്ങോട്ടൊക്കെ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സ്കെയിലിൽ കാലൊക്കെ നമ്മൾ എങ്ങനെ എടുക്കും കുഞ്ഞുങ്ങളെ? 2.25 നമ്മൾ എങ്ങനെ എടുക്കും? നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 4.5 അങ്ങ് വരച്ചു. മുകളിലോട്ട് 4.5 എന്നറിയാമോ കുഞ്ഞുങ്ങളെ? 4ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വരയാണ് ഈ 4.5. ഞാൻ 4.5 മേപ്പോട്ടൊരു നല്ലപോലെ നോക്കണേ. 0 മുതൽ 4.5 വരെ ഞാൻ ഇച്ചിരി കട്ടിക്കിരിക്കട്ടെ കേട്ടോ. 4.5 ഒരെണ്ണം വരച്ചു. നല്ലപോലെ മനസ്സിലാക്കണേ. 4.5 വരച്ചു. ഇനി എന്ത് ചെയ്യുന്നറിയോ? ഈ
4.5 കറക്റ്റ് ആണോ എന്ന് നോക്കണേ. 4.5. ആ ഇതുണ്ട് ഇവിടെ, ഇവിടെയും ഇവിടെയും. ഇനി എന്തുവാണെന്നറിയോ, ഞാൻ ഇതിൻ്റെ നമ്മൾ ഇവിടെ പകുതിയിൽ കൂടുതൽ എടുത്ത കാര്യം പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുക, അതുപോലെ ഞാൻ പകുതിയിൽ കൂടുതൽ എടുക്കുക കേട്ടോ. നോക്കിയേ, എന്നിട്ട് ഇവിടെയും പകുതിയിൽ കൂടുതൽ, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പകുതി ആവരുത്, പകുതിയിൽ കൂടുതൽ, കണ്ടോ ഇങ്ങനെ വെക്കുക. അതായത് മൊത്തം ഇവിടെ വരെ ആയിരുന്നു, അപ്പം ഞാൻ ഇവിടെ വരെ കേട്ടോ, പകുതിയിൽ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അത് വെച്ചിട്ട് ഞാൻ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരാർക്ക് കൊടുക്കുക, ഇവിടെ ഇങ്ങോട്ടും ഒരാർക്ക് കൊടുക്കുക. നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ, കാരണം ഇത് നമുക്ക് 4.5 കുഞ്ഞുങ്ങളെ മൊത്തം വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിലാണ് 4.5 വേണ്ടുന്നത് അല്ലേ. പക്ഷേ എനിക്കെന്താ സ്കെയിലിൽ 4.5 എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 2.25 ഇവിടെ 2.25 വേണം അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാ, എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെയും 2ൻ്റെ അറ്റത്ത് വേണേ, മുമ്പ് ഇതിൻ്റെ തിരിച്ച് വെച്ച ഒരു ബൈസെക്റ്റ് അത്ര കണ്ടോ. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇത് രണ്ടും കൂടി കണ്ടോ ജോയിൻ ചെയ്യുക. നോക്കിക്കേ, ഇനി ഇവിടെ നിന്ന് നമ്മളൊന്ന് അളന്നെടുത്തേതാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ. 2.5ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ് 2.25 കുഞ്ഞുങ്ങളെ വരേണ്ടത്. ഓക്കെ, 2.5യുടെ അപ്പുറത്ത് കിടക്കുന്ന ആ വര കണ്ടോ, അതിൻ്റെ ആ 2.5യുടെ 2ൻ്റെയും അരയുടെയും കൂടെ ഇടയ്ക്ക് കിടക്കുന്ന ഇത് കണ്ടോ, ആ വരയിൽ വേണം വരാൻ കണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്താ അങ്ങോട്ട് കിട്ടിയത് കണ്ടോ, ഒരു ഇത് ഇവിടെ വരയ്ക്ക് ഇത് എന്താ 2.25 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ 2.25 എങ്ങനെയാണ് വന്നതെന്ന്? ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മളത് 6.5 ഒരു വര വരച്ചു കേട്ടോ. 6.5 വരച്ചതിന് ശേഷം നമുക്കറിയാം എന്താ, നമ്മൾ ബൈസെക്റ്റ് ചെയ്തു. ഇവിടെയായിട്ട് കൂട്ടി ഒരെണ്ണം വരച്ചു അല്ലേ, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 4.5 നമ്മളോട് ചോദിച്ചത് അല്ലേ. ഈ 4.5 നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നേരെ ഒരു 4.5 അങ്ങ് വരച്ചു കേട്ടോ. ആ 4.5 വരച്ചിട്ട് എന്ത് ചെയ്തു, അവിടെയും ഇവിടെയും കുത്തി. നമ്മൾ ഇവിടെ കുത്തിയ കാര്യം പറഞ്ഞ പോലെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചപ്പോൾ നമുക്കൊരു ഇത് കിട്ടി കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടിയെന്നാ പറഞ്ഞാൽ 2.25 തന്നെ നമുക്ക് കിട്ടി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എത്ര ആണോ കിട്ടിയത് ഇത് കോമ്പസിൽ എടുക്കുക. ഇത് കോമ്പസ് എടുത്തിട്ട് കറക്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഇത് ഇവിടെ വെച്ചിട്ട് കണ്ടോ കറക്റ്റ് എടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ 2.25. ഈ കോമ്പസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് 2.25 കണ്ടോ. ഇനി ആ അവിടെ തന്നെ, കാരണം ഇവിടാണ് വന്നത്, അത് തന്നെ താഴോട്ട് വെച്ചിട്ട് ഇവിടെ ഒരാർക്ക് കൊടുക്കുക. ഇവിടെ എത്ര, അത് കോമ്പസ് സ്കെയിൽ വെച്ച് എടുക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ തെറ്റിയാലോ, അതുകൊണ്ട് തന്നെ കോമ്പസ് വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ഒരാർക്ക് കൊടുക്കാം കണ്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങോട്ടും എന്ത് വരുന്നു, 2.25 വരുന്നുണ്ട് കണ്ടോ. ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് കിട്ടി, 2.25 കിട്ടി. ഇവിടെ നമുക്ക് 2.25 കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞാൽ റോംബസ് വരയ്ക്കാനാണ് അല്ലേ. റോംബസ് വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ, 4 മൂല അല്ലേ, 4 വശവും കൂടെ യോജിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ വരെയായിരുന്നു കണ്ടോ. പിന്നെയോ ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ഇവിടൊക്കെയാണോ വന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഈ സ്ക്വയർ ചെരിഞ്ഞിരിക്കുന്നതാണ് ഈ റോംബസ് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് കൂടുതലൊന്നും ആലോചിക്കേണ്ട. 6.5 ഒരെണ്ണം വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ബൈസെക്റ്റ് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്ത് 4.5 ചോദിച്ചുകൊണ്ട് നമ്മൾ 4.5 നേരെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ബൈസെക്റ്റ് ചെയ്യുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വന്നത് നോക്കിക്കേ, അത് ഏകദേശം ഇവിടെ അല്ലേ, ഇതിൻ്റെ വന്ന് ഇവിടാണ് കണ്ടോ. അപ്പോൾ അതേ ഇത് കോമ്പസും പെൻസിലും എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്ത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വരും. അത്രയേ ഉള്ളൂ കമ്പം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എളുപ്പമല്ലേ? ഇനി അതിൻ്റെ അടുത്ത് ചെയ്യാം നമുക്ക്.
അടുത്ത ഓക്കെ നിങ്ങളെ നാലാമത്തെ കണക്ക് പ്രൂവ് ദാറ്റ് ഈച്ച് ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട് ദ ആംഗിൾസ് അറ്റ് ദ വെർട്ടിസസ് ഇറ്റ് ജോയിൻ. ഈ വെർട്ടിസസ് എന്ന് വെച്ചാൽ മൂലകൾക്കാണ് കേട്ടോ, ഇംഗ്ലീഷിൽ വെർട്ടിസസ് എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്യാനാ, പ്രൂവ് ദാറ്റ് ഈച്ച് ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട് ദ ആംഗിൾസ് അറ്റ് ദ വെർട്ടിസസ് ഇറ്റ് ജോയിൻ എന്ന് വെച്ചാൽ ഏത് സമഭുജ സാമാന്തരികത്തിൻ്റെയും റോംബസ് സമഭുജ സാമാന്തരികത്തിൻ്റെയും വികർണങ്ങൾ കേട്ടോ, ഡയഗണലുകൾ അവ യോജിപ്പിക്കുന്ന മൂലകളിലെ വെർട്ടിസസ് എന്ന് വെച്ചാൽ മൂലകൾ എന്നാണ് കോണുകളെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഏതൊരു സമഭുജ സാമാന്തരികത്തിൻ്റെയും വികർണങ്ങൾ സമഭുജ സാമാന്തരികത്തിൻ്റെ റോംബസ് ആണ് കേട്ടോ. റോംബസ് എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത, ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ റോംബസിൻ്റെ വികർണങ്ങൾ എന്ന് നോക്കിയോ നിങ്ങളെ, റോംബസ് എന്ന് വെച്ചാൽ കറക്റ്റ് ഈ സ്ക്വയറിനെ ഒന്ന് ചരിച്ച് വെക്കുന്നതാണ് കേട്ടോ. സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറിനെ ചരിച്ച് വെക്കുന്ന ഈ റോംബസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ റോംബസിൻ്റെ വികർണങ്ങൾ എന്ന് വെച്ചാൽ എന്താ, ഡയഗണൽ. നോക്കൂ നിങ്ങളെ, ഡയഗണൽ നേരെ അല്ലേ എന്നുണ്ട്, നേരെ കണ്ടോ, നേരെ. അതുപോലെ തന്നെ തിരിച്ച് താപ്പോട്ടും കേട്ടോ. അത് നല്ലപോലെ അറിയണേ. റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വികർണങ്ങൾ എന്തായിരിക്കും, എപ്പോഴും നേരെ ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ യോജിപ്പിക്കുന്ന അവയുടെ വെർട്ടിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ഓർത്തോണ്ടേ, ഈ മൂലകൾക്ക് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. മൂലകൾക്ക് പറയുന്ന പേരാണ് വെർട്ടിസസ്. പിന്നെ ഇറ്റ് ജോയിൻ മുകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തെളിയിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണ്, വികർണങ്ങൾ എന്നാണ് കേട്ടോ. സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ റോംബസ് ആണ്. മലയാളം ഇംഗ്ലീഷും ഒന്നും അറിയണേ നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലൊരു സ്ക്വയർ ചരിച്ച് വെച്ചേക്കുന്ന ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നോക്കി അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കൂ നിങ്ങളെ. റോംബസിൻ്റെ ഡയഗണൽ എപ്പോഴും എന്തുമായിരിക്കണം ഒന്ന് ഓർത്തോണം കേട്ടോ. നിങ്ങൾ വേണേ അത് റഫായിട്ട് ഒന്ന് സൈഡിലോ വല്ലതും എഴുതി വെച്ചേരെ കേട്ടോ. ഇവിടെ അത് കാണിക്കാൻ നിങ്ങളെ റോംബസിൻ്റെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇപ്പം ഇങ്ങനെ എന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ അറിയണം, റഫായിട്ടൊന്ന് പഠിച്ച് വെച്ചേക്കണേ. റോംബസിൻ്റെ ഡയഗണൽ ഉണ്ടല്ലോ, ഡയഗണൽ ഡയഗണൽ എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. എപ്പോഴും പെർപെൻഡിക്കുലർ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ക്ലൂ ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കാൻ കേട്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ആയിരിക്കും കേട്ടോ. റോംബസ് എന്ന് വെച്ചാൽ എന്തുമായിരുന്നു, സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ എപ്പോഴും ഇതാ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞതാ ഒരു റോംബസിൻ്റെ ഇതങ്ങ് അറിയണം കേട്ടോ. എപ്പോഴും നേരെ ആയിരിക്കുമെന്ന് വല്ലോ മനസ്സിലായോ എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ നേരെ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഇവിടെ നേരെ ഇരിക്കുന്നുണ്ടോ, ഇതെന്താ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറം എന്താ കുഞ്ഞുങ്ങളെ, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്തായിരിക്കും, ഇത് 90 ആണ്. അപ്പോൾ എന്താ, ഇത് 90 ഡിഗ്രിയാണ്. അതാണ് നേരെ ഇരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 90 ഡിഗ്രിയാണ് കേട്ടോ. നീളം എന്താണ്, ഇതിൻ്റെ നീളം നോക്കൂ നിങ്ങൾ. അതാണ്ട് ഇങ്ങോട്ട് എത്രയാണോ പോയേക്കുന്നത് അത്രയും തന്നെ ആയിരിക്കും ഇങ്ങോട്ട്, അത്രയും തന്നെ ആയിരിക്കും ഇങ്ങോട്ട് കേട്ടോ. അതൊക്കെ ഓർത്തോണേ, നേരെ കേട്ടോ. ഇപ്പം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, PQRS എന്ന് പറയുന്ന ഒരു റോംബസ്, ഒരു സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഇപ്പോൾ എത്രയാണോ, ഇവിടെ ഇപ്പോൾ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5 ആയിരിക്കും കേട്ടോ. സമഭുജമാണ്, സമഭുജ സാമാന്തരികം റോംബസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ ഒരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, PQ പേര് നോക്കണേ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ABCD എന്നോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. PQRS എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, PR തുല്യമാണ് ആരാ, PR തുല്യം ഈ SQ ആണ് കേട്ടോ. അത് നമ്മളോട് അത് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താ നിങ്ങളെ, PR ഈ ഒരു വര, PR എന്ന് പറയുന്ന ഒരു വര, അതിലെ ഒരു വികർണം മറ്റൊരു വികർണമായ SQവിന് എന്താ തുല്യമാണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലായോ? ചോദ്യം നല്ലപോലെ കേട്ടല്ലോ. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യുക, നിങ്ങൾ തെളിയിച്ച് കാണിക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ പടം കണ്ടല്ലോ, പടം ഇനി നമുക്കതിനെ പ്രൂവ് ചെയ്യാം. അതായത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ പടം നല്ലപോലെ നോക്കണേ കുഞ്ഞില്ലേ. ആ പടം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പടം വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താ നോക്കിക്കേ, ഈ പടത്തിൻ്റെ പേരെന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ നോക്കണേ. ഈ മധ്യബിന്ദുവിന് മിഡ് പോയിന്റിന് നമ്മൾ O എന്നൊരു പേര് കൊടുക്കണം കേട്ടോ. മിഡ് പോയിന്റ് O എന്ന പേര് കൊടുക്കുക. ഇനി നോക്കാം, നമുക്ക് O ആകുമ്പോൾ ഇതിനകത്തിൽ ഏതൊക്കെയാണ് നോക്കിക്കേ. ഫസ്റ്റ് നോക്കിയേ, POS കേട്ടോ, ROS. ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് ആദ്യം എഴുതാം. എന്താ നിങ്ങളെ,
POS എന്ന ഒരു ട്രയാങ്കിളും പിന്നെ ഇവിടെ ROS എന്ന് പറയുന്നൊരു ട്രയാങ്കിളിനെയും നമുക്ക് എടുക്കാം. ഇവിടെ പോയിരിക്കുക, നേരത്തെ ഏതാ കണക്കും എല്ലാം കൂടെ അങ്ങ് മിക്സാണ്. ഏതൊക്കെ എടുക്കേണ്ടത്? പേര് നോക്കണേ. ട്രയാങ്കിൾ PO. ഫസ്റ്റ് നമ്മൾ 4 ട്രയാങ്കിൾ ഇവിടെ വരുന്നുണ്ട്. 1 കേട്ടോ, എല്ലാം കൂടെ വരച്ച് കുളവാക്കണ്ടെന്ന് വെച്ചാൽ ഇത് 1 2 3 4 എണ്ണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതാണ്ട് ഈ വലിയൊരു ട്രയാങ്കിൾ, ഇതാണ് ഫസ്റ്റിലത്തെ അല്ലേ? ഈ ഒരു ട്രയാങ്കിളിനെ നേരെ നടുക്കൂടെ കണ്ടോ. അപ്പം ഇതും നമുക്ക് ആദ്യമേ എടുക്കാം. എങ്ങനെയാ? POS, അതുപോലെ തന്നെ ട്രയാങ്കിള്, അടുത്ത ഏതാ? ROS. എന്താ നിങ്ങളെ ഇതെന്താ? O മിഡ് പോയിന്റ് ആയിട്ട് ഇവിടെ ഒരു 90 നമ്മൾ ആംഗിൾ എവിടെയാണോ വരുന്നത് അവിടെയാണ് അതിൻ്റെ എന്താ O കണ്ടോ? PO അതാണ് നടുക്ക് വരേണ്ടത് കേട്ടോ, അതൊക്കെ അറിയാമല്ലോ. POS-ഉം ROS-ഉം ആണ് രണ്ടിൻ്റെയും ആംഗിൾ നടുക്ക് വന്നത് കേട്ടോ, POS. ഇനി ഇവിടെ ഈക്വൽ ആയിട്ടുള്ള എന്താ നോക്കിക്കോ നിങ്ങളെ, ഇത് രണ്ടും ഒരുപോലെയാണ്. കാരണം എന്താ? സമഭുജ സമാന്തരം ആകുമ്പോൾ എന്താണ്? PS-ന് ഈക്വലാണ് ആരാ? RS. അപ്പം എന്തൊക്കെ ഉള്ളോ അതൊക്കെ നമുക്ക് എഴുതാം. അടുത്ത എന്താ? PS-ന് ഈക്വലാണ് RS. ആ 2 വരെ ഒരുപോലെയാണ് അല്ലേ? കാരണം എന്താ? റോംബസ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ PQRS എന്ന് പറയുന്ന PQRS എന്താ? ഈസ് എ റോംബസ്. അതൊരു റോംബസ് ആണ് കുഞ്ഞുങ്ങളെ, കാരണം സമഭുജ സാമാന്തരികമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെയാണ്. എന്താ റോംബസ് എന്ന് വെച്ചാൽ എന്താ? മലയാളംകാർക്ക് സമഭുജ സാമാന്തരികമാണ് കേട്ടോ. ഒന്നാമത്തെ ഏതാ? PQRS എന്ന് എഴുതിയിട്ട് വേണം, സമഭുജ സാമാന്തരികമാണ്. ഇനി അടുത്ത ഒരുപോലെയുള്ള എന്താ? നമുക്ക് നോക്കിക്കേ, ഈ PO തന്നെയല്ലേ കുഞ്ഞുങ്ങളെ ഈ RO എന്ന് പറയുന്നത് അല്ലേ? അതും ഒരുപോലെയല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? POയ്ക്ക് ഈക്വലാണ് RO. ഓരോന്നും മനസ്സിലാക്കണേ. ഏത് ആംഗിളാണ് നമ്മൾ എടുത്തത്? POS-ഉം ROS-ഉം എന്ന് പറയുന്ന 2 ട്രയാങ്കിളാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്, ഒന്നാമത്തെ കേട്ടോ. 2 ഇവിടുത്തെ PS-ന് ഈക്വലാണ് SR കേട്ടോ, അത് എഴുതി. എന്ന് വെച്ചാൽ എന്താ? സമഭുജ സാമാന്തരികമാണ്. അടുത്തത് ഈക്വലായിട്ടുള്ളതാണ് POയ്ക്ക് ഈക്വലാണ് RO കേട്ടോ. കാരണം എന്താ? ഇതൊരു റോംബസ് എന്ന് വെച്ചാൽ സമഭുജ സാമാന്തരികം. ഇവിടെ എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ കേട്ടോ. ഇവിടെ എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ. അതൊക്കെ ഓർത്തോണേ, 4 വശം ഒരുപോലെ. അപ്പം നമ്മൾ ഇവിടെ നോക്കിയേ, POയ്ക്ക് ഈക്വലാണ് RO, അതും എഴുതാം. എന്താ? O ആണ് അവിടുത്തെ എന്താ നിങ്ങളെ മിഡ് പോയിന്റ് കേട്ടോ. എന്താ? O ഈസ് മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? മധ്യബിന്ദു കേട്ടോ. മധ്യബിന്ദു എന്ന് പറയുന്നത് മധ്യബിന്ദു O ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എണ്ണം എഴുതി. ഇനി നമുക്ക് ആംഗിൾ എടുക്കാം. ഏതാ? ആംഗിൾ POS. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിളിൻ്റെ പേരെടുത്തു, പിന്നെ സൈഡുകൾ എടുത്തു, പിന്നെ കോമൺ ആയിട്ടുള്ളത്, കോമൺ എന്നല്ല 2 എടുത്തു ഒരുപോലെയുള്ള ഇവിടുത്തെ ഈ ഓരോ വശങ്ങളും, ഈ വശം എടുത്തു, ഈ വശം എടുത്തു, ഈ വശം എടുത്തു, ഈ വശം എടുത്തു. ഇനി നമുക്കൊരു ആംഗിൾ എടുക്കാമല്ലോ. ഏതാ? ആംഗിൾ POS ഈക്വലാണ് അല്ലേ? POS ഈക്വലാണ് ROS. ഇത് ട്രയാങ്കിളാണ് കേട്ടോ. ഇത് ട്രയാങ്കിൾ, ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ട്രയാങ്കിൾ, ഇത് ആംഗിളാണ് കേട്ടോ. ഇത് ആംഗിളും ട്രയാങ്കിളും ആണ്. ആംഗിൾ ഈക്വൽ ആണ് ആംഗിൾ ROS. കാരണം എന്താ? 2 എത്ര കുഞ്ഞുങ്ങളെ ഇവിടെ? 90 ഡിഗ്രിയാണ് കേട്ടോ. 2ഉം 90 ഡിഗ്രിയാണ്. പിന്നോ അതായത് ആംഗിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ POS കേട്ടോ. ട്രയാങ്കിൾ POS ആൻഡ് ട്രയാങ്കിൾ ROS ആർ ഈക്വൽ ട്രയാങ്കിൾ. ഇവ രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? TRIANGLE ഈക്വൽ ട്രയാങ്കിൾ. അതായത് ഇത് രണ്ടും എന്താ? തുല്യ ത്രികോണങ്ങളാണ്. ഇത് ഇതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. ത്രികോണങ്ങളാണ്. റോംബസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ.
എന്താ റോംബസ് ആണെങ്കിൽ വശങ്ങൾ ഒരുപോലെയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത്? ട്രയാങ്കിൾ ഏതാണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ അതിനകത്തിലെ ഏതൊക്കെ വശങ്ങൾ ഒരുപോലെ ഉണ്ടോ അത് എഴുതുക. പിന്നെ അതിനകത്തിലെ ആംഗിൾ എത്ര എഴുതുക. പിന്നെ ട്രയാങ്കിള് അതെന്താ അവിടുത്തെ എന്താ ഈ ട്രയാങ്കിള് ഇതെന്താ തുല്യ ത്രികോണമാണ്. അത്ര ഓക്കെ ആണോ? അങ്ങനെ അത് ഇത് ഇത്രയും ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറം എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ ഇവിടെ ഇതാണ് നമ്മൾ എഴുതിയത്. ഈ ആംഗിളിൻ്റെയാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഏതാ? POS ROSുമാണ് നമ്മൾ ഇതുവരെ എഴുതിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ SPOയും അല്ലേ SROയും എന്താ ഈക്വൽ അല്ലേ? നമ്മൾ ഇങ്ങനെയാണ് ഇതുവരെ ഇങ്ങോട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു തണ്ടേ എന്താ പറഞ്ഞത്? SPOയും SROയും തിരിച്ച് ഇങ്ങനെ കേട്ടോ. തന്നെ ഇങ്ങനെ. എന്തുവാന്നാ മൊത്തത്തിൽ കഥ വന്നു ഇല്ലേ? കഥ നോക്കൂ കുഞ്ഞുങ്ങളെ, ഏതാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു നമ്മൾ ഇതുവരെ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ വരച്ചത്. ഇനി നല്ല ഇപ്പുറത്തൂടെ എടുക്കുക. പേര് നോക്കണേ, മറക്കല്ലേ. ആ പേര് SPOയ്ക്ക് ഈക്വലാണ് ആംഗിൾ SRO കേട്ടോ. SOP എന്തുവാന്ന് ABCD പറയുന്നു. ഓക്കെ, ഈ പടവും രണ്ടും കൂടെ നമ്മളാണ്ട് ഇവിടെ ഇങ്ങനല്ലേ ഇതുവരെ പറഞ്ഞത്? SOP അല്ലെ POSും ROSും ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി ഒരെണ്ണം അല്ലാതെ പറയുകയെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? എന്താ? SPOയും SROയുമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? PSO തിരിച്ച് ഇങ്ങനെ വേണമെങ്കിലും പറയുന്നത്. PSOയും എന്താ? RSOയും ഇങ്ങനെയും പറയുന്നത്. ഇവിടെ ആംഗിളില്ലേ? അപ്പോൾ എങ്ങനെ പറയാം? PSOയും നിങ്ങൾ ആ പടം നല്ലതുപോലെ ബുക്കിൽ അങ്ങ് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ RSO PSO എന്നൊക്കെ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് അന്നേരം നല്ലപോലെ ഇതിപ്പോൾ ഇത്ര ഇങ്ങനെ മതി, കൂടുതൽ എഴുതണ്ട. ഇത്ര എഴുതിയിട്ട് ഇത് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ ഡയഗണൽ റോംബസ് ആയതുകൊണ്ട് ഇവിടെ എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ പേര് വെച്ച് ഇതെന്താ? ഇത് സിമിലർ ആണ്, ഇത് സിമിലർ ആണെന്ന് എഴുതിയാൽ മതി. അതായത് അപ്പോൾ അതിൻ്റെ എങ്ങനെ എഴുതും നമ്മൾ? ഡയഗണൽ ബൈസെക്റ്റ് ദ ആംഗിൾ അറ്റ് ദി vertices angles at the vertices it joins. Diagonal bisect the angles at the vertices join എന്ന് വെച്ചാൽ ഇതിൻ്റെ വികരണം എന്ന് പറയുന്നത് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡയഗണൽ അവ തങ്ങളിൽ യോജിപ്പിക്കുന്ന മൂലകളിലെ, നമ്മുടെ ചോദിച്ച ചോദ്യം, അവ യോജിപ്പിക്കുന്ന മൂലകളിലെ, നമ്മളോട് ചോദിച്ച ചോദ്യം കേട്ടോ. മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു, ബൈസെക്റ്റ് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. ഇത്രയും മതി. അപ്പോൾ ഇത് ഇത്രയും അറിഞ്ഞിരിക്കണ്ടേ? ഏതൊക്കെയാണ് ഒരുപോലെയുള്ളതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 2 കണക്ക് ചെയ്തിട്ട് പറയണേ കുഞ്ഞുങ്ങളെ, മനസ്സിലായത് എന്നോട് പറയണം കേട്ടോ. ഇനി അതിനകത്ത് 2 കണക്കൂടുണ്ട്. ഇത് ഞാൻ ഇച്ചിരി സമയം എടുത്താൽ ഇത് ചെയ്ത്, അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇപ്പോൾ തന്നെ 23 മിനിറ്റായി. അപ്പോൾ നിങ്ങളിത് മനസ്സിലായെങ്കിൽ പറയണേ, നമുക്ക് എന്നിട്ട് അടുത്ത 2 ഇടാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.